ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ
മുഖത്തേക്ക് കവിളിൽ വീണ് കരഞ്ഞുകൊണ്ട് അവനെ ചുംബിച്ചു. ജോസഫ് തന്റെ പിതാവിന്റെ മുഖത്തേക്ക് കവിളിൽ വീണ് കരഞ്ഞുകൊണ്ട് അവനെ ചുംബിച്ചു. അവൻ തന്റെ ദാസന്മാരായ പതിയന്മാരുടെ പിതാവിന്റെ ശരീരത്തിൽ പരിമളദ്രവ്യങ്ങൾ പൂശാൻ ആജ്ഞാപിച്ചു. അവർ അങ്ങനെ ചെയ്തു. അതിന് 40 ദിവസമെടുത്തു. കാരണം പരിമളദ്രവ്യം പൂശി ചെയ്യാൻ അത്രയും ദിവസം വേണം. ഈജിപ്തുകാർ 70 ദിവസം അവനെ ഓർത്ത് ലഭിച്ചു. അവന് വേണ്ടിയുള്ള വിലാപകാലം കഴിഞ്ഞപ്പോൾ ജോസഫ് ഫറവയോടും വീട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ എന്നിൽ സംപ്രീതരാണെങ്കിലും ദയചെയ്ത് ഫറവയോട് ഇങ്ങനെ ഉണർത്തിക്കുക, എന്റെ പിതാവിനെ കൊണ്ടൊരു പ്രതിജ്ഞ അയച്ചു. അവൻ പറഞ്ഞു, ഞാൻ മരിക്കാറായി. കാനാൻ ദേശത്തിന് വേണ്ടി ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന കല്ലറയിൽ തന്നെ നീ എന്നെ സംസ്കരിക്കണം. അതുകൊണ്ട് ഞാൻ പോയി എന്റെ പിതാവിനെ സംസ്കരിക്കട്ടെ. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും. ഫറവോ പറഞ്ഞു, നീ പോയി അവൻ പ്രതിജ്ഞ ചെയ്തതനുസരിച്ച് അവനെ സംസ്കരിക്കുക. ജോസഫ് പിതാവിനെ സംസ്കരിക്കാൻ പോയി. ഫറവോയോടും വേലക്കാരോടും കൊട്ടാരത്തിലെ പ്രമാണികളും ഈജിപ്തിലെ തലവന്മാരും അവനോടൊപ്പം പോയി. ജോസഫിന്റെ വീട്ടുകാരും സഹോദരന്മാരും പിതാവിന്റെ കുടുംബവും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. കുട്ടികളും ആടുമാടുകളും മാത്രമേ ശേഷിച്ചുള്ളൂ. രഥങ്ങളെ കുതിരക്കാരും അവനെ അനുഗമിച്ചു. അത് വലിയൊരു സംഘമായിരുന്നു. ജോർദാനക്കരയുള്ള അത്താദിലെ സ്ഥലത്തെത്തിയപ്പോൾ അവർ ഉച്ചത്തിൽ വിലപിച്ചു. 7 സംഹിതാവിനോട് വിലപിച്ചു. അന്നാട്ടുകാരനായ കാനാന്യർ അത്താദിന്റെ വിധികളത്തിൽ നന്നായി വിലാപം കേട്ടപ്പോൾ ഈജിപ്തുകാർക്ക് വളരെ ഗൗരവമുള്ള ഒരു വിലാപമാണ് എന്ന് പറഞ്ഞു. അത് കണ്ട് ആ സ്ഥലത്ത് ആബേൽ മിസ്രയീം എന്ന് പേരുണ്ടായി. അത് ജോർദാനക്കരയാണ്. അങ്ങനെ യാക്കോബ് ആവശ്യപ്പെട്ടതുപോലെ അവന്റെ മക്കൾ പ്രവർത്തിച്ചു. അവർ അവനെ കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോയി. മാംലയ്ക്ക് കിഴക്ക് മക്പേരയിലുള്ള വയലിലെ ഗുഹയിൽ സംസ്കരിച്ചു. അബ്രഹാം ഹിത്യനായ എഫ്രോനിൽ നിന്ന് ശ്മശാന ഭൂമിക്ക് വേണ്ടി വയൽ ഉൾപ്പെടെ അവകാശമായി വാങ്ങിയതാണ് അബ്രഹാം. പിതാവിനെ സംസ്കരിച്ചതിന് ശേഷം ജോസഫ് സഹോദരന്മാരും കൂടെ പോയ എല്ലാവരും അത് ഈജിപ്തിലേക്ക് മുടങ്ങി. തങ്ങളുടെ പിതാവ് മരിച്ചപ്പോൾ ജോസഫിന്റെ സഹോദരന്മാർ പറഞ്ഞു, ഒരു പക്ഷേ ജോസഫ് നമ്മെ വെറുക്കുകയും നാം ചെയ്ത ദ്രോഹത്തിനെല്ലാം പകരം വീഴുകയും ചെയ്യും. പിതാവ് മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ കൽപ്പിച്ചിരുന്നു എന്ന് പറയാൻ ഒരു ദൂതനെ അവന്റെ അടുത്തേക്ക് അയച്ചു. ജോസഫിനോട് പറയുക, അമ്മയുടെ സഹോദരന്മാരുടെ തെറ്റുകളും കുറ്റങ്ങളും ദയവായി അവരോട് ക്ഷമിക്കുക. അവർ അങ്ങയെ ദ്രോഹിച്ചു. അങ്ങയുടെ പിതാവിന്റെ ദൈവത്തിന്റെ ദാസന്മാരുടെ തെറ്റുകൾ പൊറുക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവർ ഇത് പറഞ്ഞപ്പോൾ ജോസഫ് കരഞ്ഞുപോയി. സഹോദരന്മാർ വന്ന് അവന്റെ മുമ്പിൽ വീണ് പറഞ്ഞു, ഞങ്ങൾ അങ്ങയുടെ ദാസന്മാരാണ്. ജോസഫ് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്താണോ? നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷെ ദൈവം അത് നന്മയായി മാറ്റി. ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത്. അതുകൊണ്ട് ഭയപ്പെടേണ്ട, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞാൻ പോറ്റിക്കൊള്ളാം. അങ്ങനെ അവൻ അവരെ ധൈര്യപ്പെടുത്തുകയും സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്തു. ജോസഫ് അവന്റെ പിതാവിനെ പാർത്തു. ജോസഫ് 110 കൊല്ലം ജീവിച്ചു. എഫ്രായിമിന്റെ 3-ാം തലമുറയുടെ മക്കളെ അവൻ കണ്ടു. മനാസയുടെ മകനായ മാഖീരിന്റെ കുഞ്ഞുങ്ങളും ജോസഫിന്റെ മടിയിൽ കിടന്നിട്ടുണ്ട്. ജോസഫ് സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ മരിക്കാറായി. എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കും. അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും വാഗ്ദാനം ചെയ്ത നാട്ടിലേക്ക് അവിടുന്ന് നിങ്ങളെ കൊണ്ടുപോകും. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങളുടെ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോകണം എന്ന് തന്റെ സഹോദരന്മാരോട് പറഞ്ഞു. ജോസഫ് അവരെ കൊണ്ട് പ്രതിജ്ഞ ഏൽപ്പിച്ചു. 110 വയസ്സായപ്പോൾ ജോസഫ് മരിച്ചു. അവർ അവനെ പരിമളദ്രവ്യം പൂശി ഈജിപ്തിൽ ഒരു ശവപ്പെട്ടിയിൽ സൂക്ഷിച്ചു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. പറയുന്നു.
കുഞ്ഞിന് വെച്ചുകൊണ്ട് 102 സംഘത്തിൽ കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ നിലവിളി അങ്ങയുടെ സന്നിധിയിൽ എത്തട്ടെ. എന്റെ കഷ്ടതയുടെ ദിനത്തിൽ അങ്ങെനിക്ക് എന്നിൽ നിന്ന് മുഖമറയ്ക്കരുത്. അങ്ങെനിക്ക് ചെവി തരണമേ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ വേഗം എനിക്ക് ഉത്തരമല്ലണമേ. എന്റെ ദിനങ്ങൾ പുക പോലെ കടന്നു പോകുന്നു. എന്റെ അസ്ഥികൾ തീക്കൊള്ളി പോലെ എരിയുന്നു. എന്റെ ഹൃദയം പുല്ലുപോലെ വാടിപ്പോകുന്നു. ഞാൻ ആഹാരം കഴിക്കാൻ മറന്നു പോകുന്നു. കരഞ്ഞു കരഞ്ഞ് ഞാൻ എല്ലുന്തോലുമായി. ഞാൻ മരുഭൂമിയിലെ വേഴാമ്പലെ പോലെയാണ്. വിജന പ്രദേശത്തെ മൂങ്ങ പോലെയും. ഞാൻ ഉറക്കം വരാതെ കിടക്കുന്നു. പുരമുകളിൽ തനിച്ചിരിക്കുന്ന പക്ഷിയെ പോലെ ഏകാകിയാണ് ഞാൻ. എന്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നെ നിന്ദിക്കുന്നു. എന്റെ വൈരികൾ എന്റെ പേര് ചൊല്ലി ശപിക്കുന്നു. ചാരു എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. എന്റെ പാനപാത്രത്തിൽ കണ്ണുനീർ കലരുന്നു. അങ്ങയുടെ രോഷവും ക്രോധവും കൊണ്ട് തന്നെ അങ്ങനെ വലിച്ചെറിഞ്ഞു കളഞ്ഞു. സായാഹ്നത്തിലെ നിഴൽ പോലെ എന്റെ ദിനങ്ങൾ കടന്നു പോകുന്നു. പുല്ലുപോലെ ഞാൻ വാടി കരിഞ്ഞു പോകുന്നു. കർത്താവേ, അങ്ങേക്കും സിംഹാസനസ്ഥനാണ്. അങ്ങയുടെ നാമം തലമുറകളോളം നിലനിൽക്കുന്നു. അവിടുന്ന് എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും. അവളോട് കൃപ കാണിക്കേണ്ട കാലമാണിത്. നിശ്ചയിക്കപ്പെട്ട സമയം വന്നു ചേർന്നിരിക്കുന്നു. അങ്ങയുടെ ദാസർക്ക് അവളുടെ കല്ലുകൾ പ്രിയപ്പെട്ടവയാണ്. അവർക്ക് അവളുടെ ധൂളിയോടെ അലിവ് തോന്നുന്നു. ജനതകൾ കർത്താവിന്റെ നാമത്തെ ഭയപ്പെടും. ഭൂമിയിലെ രാജാക്കന്മാർ അങ്ങയുടെ മഹത്വത്തെയും കർത്താവ് സിയോനെ പടുത്തുയർത്തും. അവിടുന്ന് തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. അഗതികളുടെ പ്രാർത്ഥന അവിടുന്ന് പരിഗണിക്കും. അവരുടെ യാചനകൾ നിരസിക്കുകയില്ല. ഭാവി തലമുറയ്ക്ക് വേണ്ടി ഇനിയും ജനിച്ചിട്ടില്ലാത്ത ജനം അവിടുത്തെ സ്തുതിക്കുവാൻ വേണ്ടി ഇത് ആലേഖനം ചെയ്യപ്പെടട്ടെ. തടവുകാരുടെ ഞെരുക്കം കേൾക്കാനും മരണത്തിന് വിധിക്കപ്പെട്ടവരെ സ്വതന്ത്രരാക്കാനും വേണ്ടി അവിടുന്ന് തന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് താഴേക്ക് നോക്കി. സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഭൂമിയെ നോക്കി. ജനതകളും രാജ്യങ്ങളും ഒരുമിച്ച് വന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ സിയോനിൽ കർത്താവിന്റെ നാമവും യെരൂശലേമിൽ അവിടുത്തെ സ്തുതിയും പ്രഘോഷിക്കപ്പെടുവാൻ വേണ്ടി തന്നെ അവിടുന്ന് ആയുസിന്റെ മധ്യത്തിൽ വെച്ച് തന്നെ എന്റെ ശക്തി തകർത്തു. അവിടുന്ന് എന്റെ ദിനങ്ങൾ വെട്ടിച്ചുരുക്കി. വത്സരങ്ങൾക്കേറെയില്ലാത്തവനായ എന്റെ ദൈവമേ, എന്റെ ആയുസിന്റെ മധ്യത്തിൽ വെച്ച് എന്നെ എടുക്കരുത് എന്ന് ഞാൻ യാചിച്ചു. പണ്ട് അവിടുന്ന് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആകാശങ്ങളുടെ കരവേലയാണ്. അവ നശിച്ചു പോകും, എന്നാൽ അങ്ങ് നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും. ഉടുപ്പ് മാറുന്നത് പോലെ അങ്ങവയെ മാറ്റും. അവ കടന്നു പോവുകയും ചെയ്യും, എന്നാൽ അങ്ങേക്ക് മാറ്റമില്ല. അങ്ങയുടെ സംവത്സരങ്ങൾക്ക് അവസാനമില്ല. അങ്ങയുടെ ദാസരുടെ മക്കൾ സുരക്ഷിതരായി വസിക്കും. അവരുടെ സന്തതി പരമ്പര അങ്ങയുടെ മുമ്പിൽ നിലനിൽക്കും. എന്റെ ആത്മാവേ, കർത്താവിനെ വാഴ്ത്തുക. എന്റെ അന്തരംഗമേ, അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. എന്റെ ആത്മാവേ, കർത്താവിനെ വാഴ്ത്തുക. അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. നിന്റെ യൗവനം കഴിവേണ്ടതുപോലെ നവീകരിക്കപ്പെടുവാൻ വേണ്ടി നിന്റെ ജീവിതകാലം അത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു. കർത്താവ് പീഡിതരായ എല്ലാവർക്കും നീതിയും ന്യായവും പാലിച്ചു കൊടുക്കുന്നു. അവിടുന്ന് തന്റെ വഴികൾ മോശയ്ക്കും പ്രവൃത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. അവിടുന്ന് എപ്പോഴും ശാസിക്കുകയില്ല. അവിടുത്തെ കോപം നിലനിൽക്കുന്നില്ല. നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടുന്ന് നമ്മെ ശിക്ഷിക്കുന്നില്ല. നമ്മുടെ അകത്യങ്ങൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യുന്നില്ല.
ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തന്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ളത്ര അകലത്തിൽ നമ്മുടെ പാവങ്ങളെ അവിടുന്ന് നമ്മിൽ നിന്ന് അകറ്റി നിർത്തി. പിതാവിന് മക്കളോടെന്ന പോലെ കർത്താവിന് തന്റെ ഭക്തരോട് അലിവ് തോന്നുന്നു. എന്തിൽ നിന്നാണ് നമ്മെ മെലിഞ്ഞെടുത്തതെന്ന് അവിടുന്ന് അറിയുന്നു. നാം വെറും ധൂളിയാണ്, അവിടുന്ന് ഓർമ്മിക്കുന്നു. മനുഷ്യന്റെ ജീവിതം പുല്ല് പോലെയാണ്, വയലിലെ പൂ പോലെ അത് വിരിയുന്നു. എന്നാൽ കാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോകുന്നു. അത് നിന്നിരുന്നിടം പോലും അതിനെ ഓർക്കുന്നില്ല. എന്നാൽ കർത്താവിന്റെ കാര്യം അവിടുത്തെ ഭക്തരുടെ മേലെന്നേക്കുണ്ടായിരിക്കും. അവിടുത്തെ നീതി തലമുറകളോളം നിലനിൽക്കും. അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവ്വം അനുസരിക്കുന്നവരുടെയും മേൽ തന്നെ കർത്താവ് തന്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. എല്ലാവരും അവിടുത്തെ രാജകീയ അധികാരത്തിന് കീഴിലാണ്. കർത്താവിന് വചനം ശ്രവിക്കുകയും അവിടുത്തെ ആജ്ഞ അനുസരിക്കുകയും ചെയ്യുന്ന ശക്തരായ ദൂതരെ അവിടുത്തെ വാഴ്ത്തുകയും കർത്താവിന്റെ ഹിതം നിറവേറ്റുന്ന ദാസരുടെ വ്യൂഹങ്ങളെ അവിടുത്തെ സ്തുതിക്കുകയും കർത്താവിന്റെ അധികാര സീമയിൽപ്പെട്ട സൃഷ്ടികളെ കർത്താവിനെ സ്തുതിക്കുകയും എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. ദൈവമേ സ്തുതിക്ക് യോഗ്യമാവുന്നു.
കൊരിന്തോസ്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 15-ാം അധ്യായം 12 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതായി പ്രഘോഷിക്കപ്പെടുന്നെങ്കിൽ മരിച്ചവർക്ക് പുനരുദ്ധാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവർക്ക് പുനരുദ്ധാനമില്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മാത്രമല്ല, ഞങ്ങൾ ദൈവത്തിന് വേണ്ടി കപടസാക്ഷ്യം വഹിക്കുന്നവരായി തീരുന്നു. എന്തെന്നാൽ ദൈവം ക്രിസ്തുവിനെ ഉയർപ്പിച്ചു എന്ന് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തി. മരിച്ചവർ യഥാർത്ഥത്തിൽ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ദൈവം ക്രിസ്തുവിനെയും ഉയർപ്പിച്ചിട്ടില്ല. മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിഷ്ഫലമാണ്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ വർത്തിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവർ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ്. എന്നാൽ നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദിഫലമായി ക്രിസ്തു മരിച്ചവരുടെ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ വഴി മരണമുണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുദ്ധാനവും ഉണ്ടായി. ആദത്തിൽ എല്ലാവരും മരണാധീനരാകുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. എന്നാൽ ഓരോരുത്തരും താന്താങ്ങളുടെ ക്രമമനുസരിച്ചായിരിക്കും. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിന്റെ ആഗമനത്തിൽ അവനുള്ളവരും. അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർവ്വാഹനം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിന്റെയും അവസാനമാകും. എന്തെന്നാൽ സകല ശത്രുക്കളെയും തന്റെ പാദസേവകരാക്കുന്നവരെ അവിടുന്ന് വാഴേണ്ടിയിരിക്കുന്നു. മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം സമസ്തവും അധീനമാക്കി തന്റെ പാദത്തിന് കീഴാക്കിയിരിക്കുന്നു. എന്നാൽ സമസ്തവും അധീനമാക്കി എന്ന് പറയുമ്പോൾ അവ അധീനമാക്കിയവനൊഴികെ എന്നത് സ്പഷ്ടം. സമസ്തവും അവിടത്തേക്ക് അധീനമായി കഴിയുമ്പോൾ സമസ്തവും തനിക്ക് അധീനമാക്കിയവന് പുത്രൻ തന്നെയും അധീനനാകും. ഇത് ദൈവം എല്ലാവർക്കും എല്ലാം ആകേണ്ടതിന് തന്നെ. ഇപ്പോൾ സെന്റ് ജോസഫ് പ്രാർത്ഥനാ യോഗത്തിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് റീത്ത് സമർപ്പിക്കുന്നു. മൃതസംസ്കാര ശുശ്രൂഷയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നതിന് നമ്മുടെ ദേവാലയത്തിലേക്ക് തിരുവല്ല അതിരൂപതയുടെ മെത്രാപ്പോലീത്ത തിരുമേനി കടന്നു വന്നിട്ടുണ്ട്. ഉടനെ തന്നെ പള്ളിയിൽ വെച്ചുള്ളതായ ശുശ്രൂഷകൾ വന്യ പിതാവിൻ്റെ കാർമ്മികത്വത്തിൽ തുടങ്ങുകയാണ്. നമുക്കറിയാം, അല്പം സ്ഥല സൗകര്യത്തിൻ്റെ ഒരായ്മ ഉള്ളതുകൊണ്ട് ഉള്ള സ്ഥല സൗകര്യം അനുസരിച്ച് നിങ്ങൾ ഇവിടെ ആയിരിക്കുകയും പ്രാർത്ഥനയോടുകൂടി ഈ ശുശ്രൂഷയിൽ പങ്കുചേരുകയും ചെയ്യണം എന്ന് സ്നേഹത്തോടെ ഈ അവസരത്തിൽ അറിയിക്കട്ടെ. വന്യ പിതാവിനെ നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ ഈ ദേവാലയത്തിലേക്കും ശുശ്രൂഷയ്ക്കായിട്ടും സ്വാഗതം ചെയ്യുന്നു. Okay. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. തന്റെ മൗഢ്യത്താൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ
പരിശുദ്ധൻ 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 വിവരങ്ങളിൽ ഹോശാന. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ഭഗവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കേൾക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ, നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന രാജാവേ, നിനക്ക് സ്തുതി. പാലിക്കുമ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമായി പറയണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളോട് ഞങ്ങളോട് ഞങ്ങളുടെ കടങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഇതൊന്നാം രാജ്യം ചെയ്യുന്നു. ആമേൻ. നിറഞ്ഞു മറിയമേ, നിനക്ക് സമാധാനം. ദൈവമായ കർത്താവേ, താൽക്കാലിക ജീവിതത്തിൽ നിന്ന് യാത്രയായിരിക്കുന്ന ഈ ആത്മാവ് നിന്റെ മാലാഖമാരാൽ വഴിനയിക്കപ്പെട്ട് പുനരുദ്ധാനത്തിന്റെ പ്രത്യാശയിലാശ്വാസവും സന്തോഷവും നിറഞ്ഞ സ്ഥലങ്ങളിൽ വസിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹാതമ്പുരാനുമേ, ഈ ആത്മാവ് പ്രസാദത്തോടുകൂടെ അവിടെ നിന്നെ എതിരേൽക്കുകയും ചെയ്യുമാറാകണമേ. വിസ്മൃതനായ ഞാൻ മൃതരെ പോൽ ഹല്ലേലൂയ പാഴ്പാത്രം പോലെയുമായി ആലോചിക്കുന്നത് കേട്ട് പാലിക്കുമോ? കരുണാപൂർണ ഭക്തർ വിധി ചെയ്തിടരുതേ. ജീവിതം തിരുമുൻപിൽ കുറ്റം തീർന്നോരില്ലല്ലോ നാഥ. കുറയാലവരെ നീ ജീവിപ്പിക്കുത്താനത്താൽ വാഴ്ത്തുന്നില്ല നിന്നെ ഞങ്ങൾ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും വീഴ്ചയും അനുഭവകാത്ത നല്ല ഉന്നതിയും എല്ലായ്പ്പോഴും ഇടപെടാതെ അർപ്പിക്കുവാൻ ഏടുകൾ യോഗ്യരായി ഭവിക്കണമേ. ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരങ്ങളുടെ നിർമ്മാതാവും നിർമ്മിക്കപ്പെട്ടവയുടെ ശരണവും സൃഷ്ടികളുടെ പ്രത്യാശയും കബറടങ്ങിയവരുടെ പുനർജീവനും ദുഃഖിതരുടെ ആശ്വാസവും വ്യസനിച്ചിരിക്കുന്നവരുടെ സന്തോഷവും പീഡിതരുടെ ധൈര്യവുമായിരിക്കുന്ന തനിക്ക് സ്തുതി. തന്റെ ദാസന്റെ സംസ്കാര ശുശ്രൂഷ ഞങ്ങൾ നിർവഹിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും
നേരങ്ങളിലും നാഴികകളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും നിനക്ക് യോഗ്യമാകുന്നു. അതിലെ അവസ്ഥാന്തരങ്ങളെ ക്രമീകരിക്കുന്നവനുമാകുന്നു. ആധിപത്യത്തിൽ പ്രതാപശാലയും അതേസമയം ദീർഘക്ഷമയുള്ള കാരുണ്യവാനും അത്രേ. നിന്റെ ദൃഷ്ടിയിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെല്ലാം അഗാധ ചിന്തകളും ഹൃദയ നിരൂപണങ്ങളും നിന്റെ ഉപഭാഗ പരസ്യവും നഗ്നവും അത്രേ. നിന്റെ നിശ്ചയങ്ങളും അഭിനിവേയങ്ങളും മറങ്ങളും ദുഗ്രഹങ്ങളുമാകുന്നു. ഭരണത്തെ വായിക്കുവാനും മനുഷ്യസംസ്കാരകനായ മഹാസർപ്പത്തെ വെല്ലുവാനുമായ എന്റെ മനസ്സിന്റെ പുത്രനായ യേശുമിശിഹായെ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് താല്പര്യമുള്ള എല്ലാവരോടും നീ ജീവന് മരണമില്ലായ്മയും അറിയിച്ചു. എന്റെ ആജ്ഞപ്രകാരം ഞങ്ങളുടെ ക്ലേശപൂർണ്ണമായ ഈ ലോകത്ത് നിന്ന് ഉത്കൃഷ്ടമായ ഒരു ലോകത്തിലേക്ക് നയിക്കപ്പെടുന്നു. നിന്റെ മനുഷ്യപ്രീതിയായ എന്റെ പാപങ്ങൾ പരിപൂർണമായി പരിഹരിക്കണമേ. ഈ ദാസന്റെ തെറ്റുകൾ നീ നിന്റെ ദയാൽ പരിപൂർണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഇവന്റെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപപൂർണമായി നേടിക്കൊടുത്ത് രണ്ടാം വർണ്ണഭാവം ചുഴി നിന്ന് ഈ ദാസനെ തിരിച്ചുകൊള്ളണമേ. അദൃശ്യമായ നിന്റെ ശക്തിയാൽ ഇവനെ സഹായിക്കണമേ. പിശാചുകളുടെ ഭയങ്കരമായ ഇവിടങ്ങളിൽ നിന്ന് ഇവനെ രക്ഷിച്ചു കൊള്ളണമേ. ഇവന്റെ പ്രമാണ നഗരങ്ങളൊക്കെ തക്കതുപോലെ ഇവനെ നിവദിക്കരുത്. എല്ലാവരും കുറ്റക്കാരാണല്ലോ. കർത്താവേ, ഞങ്ങളുടെ സ്വഭാവത്തിൽ നീ തർക്കണം പാർക്കണമേ. ഞങ്ങളുടെ മത്സരിക്കപ്പെട്ട ഇതിന്റെ മഹാകരുണയെ ഞങ്ങളുടെ എല്ലാം ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുണ്ടായ ദൈവത്തിന്റെ ഇഷ്ടാനുഭവം അതിനോട് അപേക്ഷിക്കുമാറാകണമേ. കരുണയും എന്റെ മേലൊതിക്കുമാറാകണമേ. ജയമുള്ള സ്നേഹ സമൂഹത്തിൽ വിസ്മിക്കുന്ന പ്രകാശ സ്വന്തമായി തീരണമേ. തമ്മിൽ സന്തോഷകരവും സന്തോഷപ്രദമായ സന്ദർശനങ്ങൾക്ക് വിധേയമാകാത്തതും സമാധാനപരമായ നിര്യാണം പ്രാപിക്കുവാൻ എന്റെ ആരാധനായങ്ങളെ യോഗ്യനാക്കണമേ. കർണപൂർവ്വം ഞങ്ങളെ കടാക്ഷിച്ചവരെ വിചരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ദുഃഖതർക്കുവാനും കൊടുക്കുകയും ചെയ്യണമേ. ദാതാവിനെ ആശ്രയിക്കുന്നവർക്കും ഏത് സ്ഥാനത്തുവാനും എന്റെ അവസാനം നീ ശരണമാകുന്നുവല്ലോ. കഥാവിന്റെ അവശക്തിയുള്ള പ്രത്യാശ ഞങ്ങൾക്ക് മുമ്പായി നിന്നെടുക്കിലേക്ക് യാത്രയായി വരും. ശ്രേഷ്ഠമഗ്നിയുമായ അവന്റെ പ്രതീക്ഷയെ പ്രതീക്ഷിക്കുന്നവരുമായ എല്ലാ മാതാപിതാക്കന്മാർക്കും സഹോദരങ്ങൾക്കും ഗുരുക്കന്മാർക്കും വിശുദ്ധരോടുകൂടിയുള്ള ആശ്വാസം നൽകണമേ. കർത്താവേ, മുൻകൂടി പ്രാപിച്ചവരെയും കൂടെ അവശേഷിക്കുന്നവരായ ഞങ്ങളെയും കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും നീക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. മതികൊണ്ടഴുകിയ ലാസറിനെ കബറിൽ നിന്നും ദൈവതനോട് കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾ ശരണം പ്രാപിച്ചുകൊണ്ട് നിനക്ക് സമർപ്പിക്കുന്നു. നിന്റെ കൽപ്പന പ്രകാരം വാസം പിടിഞ്ഞ ഈ ആത്മാവിന് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇവൻ പിശാചുകളുടെ ബലമേറിയ പിടിയിൽ നിന്ന് അദൃശ്യരും വായുമണ്ഡലവാസികളുമായ വഞ്ചകരുടെ കൂട്ടത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമാറാകണമേ. എന്നേക്കും ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ, ഞങ്ങളോടുള്ള നിന്റെ ബഹുലമായ കരുണയാൽ ഈ ആത്മാവ് നിന്റെ വിശുദ്ധ നിവാസസ്ഥലങ്ങളിലും ജീവനുള്ളവരുടെ പട്ടണങ്ങളിൽ നിന്ന് ചേരുമാറാകണമേ. ആരെങ്കിലും ചോദിച്ചേക്കാം, മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക? ഏത് തരം ശരീരത്തോടു കൂടിയായിരിക്കും അവർ പ്രത്യക്ഷപ്പെടുക? വിഡ്ഢിയായ മനുഷ്യ, നീ വിതയ്ക്കുന്നത് നശിക്കുന്നില്ലെങ്കിൽ അത് പുനർജീവിക്കുകയില്ല.
ഉണ്ടാകുവാനിരിക്കുന്ന പദാർത്ഥമല്ല നീ വിതയ്ക്കുന്നത്, ഗോതമ്പിന്റെയോ മറ്റുമല്ല ധാന്യത്തിന്റെയോ വെറൊരു മണി മാത്രം. എന്നാൽ ദൈവം തന്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റെതായ ശരീരം നൽകുന്നു. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല. മനുഷ്യരുടേത് ഒന്ന്, പക്ഷികളുടേത് വേറൊന്ന്, മൃഗങ്ങളുടേത് മറ്റൊന്ന്, മത്സ്യങ്ങളുടേത് വേറൊന്ന്. സ്വർഗീയ ശരീരങ്ങളുമുണ്ട്, ഭൗതിക ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്, ഭൗതിക ശരീരങ്ങളുടെ തേജസ് മറ്റൊന്ന്. സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റേത് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുദ്ധാനവും. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉയർപ്പിക്കപ്പെടുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, മഹിമയിൽ ഉയർപ്പിക്കപ്പെടുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർപ്പിക്കപ്പെടുന്നു. വിതയ്ക്കപ്പെടുന്നത് ഭൗതിക ശരീരം, പുനർജീവിക്കുന്നത് ആത്മീയ ശരീരം. ഭൗതിക ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരമുണ്ട്. ആദ്യ മനുഷ്യനായ ആദം ജീവനുള്ളവനായി തീർന്നെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവസാനത്തെ ആദം ജീവദാതാവായ ആത്മാവായി തീർന്നു. എന്നാൽ ആദ്യമുള്ളത് ആത്മീയനല്ല, ഭൗതികനാണ്. പിന്നീട് ആത്മീയൻ. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമികനാണ്. രണ്ടാമത്തെ മനുഷ്യനോ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ ഭൗതികരും, സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ സ്വർഗീയരും. നമ്മൾ ഭൗമികന്റെ സാദൃശ്യം ധരിച്ചതുപോലെ സ്വർഗീയന്റെ സാദൃശ്യവും ധരിക്കും. സഹോദരനെ, ശരീരത്തിനോ രക്തത്തിനോ ദൈവരാജ്യം അവകാശപ്പെടുത്തുക സാധ്യമല്ലെന്നും നശ്വരമായത് അനശ്വരമായതിനെ അവകാശപ്പെടുത്തുകയില്ലെന്നും ഞാൻ പറയുന്നു. ഇതാ ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയുന്നു. നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാലം കാഹളം മുഴങ്ങുമ്പോൾ കണ്ണിമയ്ക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. എന്തെന്നാൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷയരായി ഉയർത്തുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും. നശ്വരമായത് അനശ്വരവും മർത്യമായത് അമർത്യവും ആകേണ്ടിയിരിക്കുന്നു. പാറിക്കുമോ രക്ഷയുമേ ഗണമേ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധായ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവമായ കർത്താവ് നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വന്നവനും പരിപാലിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷകനായ സ്തുതികളും നാം എല്ലാവരുടെ ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാഗ്നിയമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമാകുന്ന യേശുമിശിഹായുടെ ഇഹലോക ജീവിതകാലത്ത് ഇപ്രകാരം കൽപ്പിച്ച് അരുൾ ചെയ്തു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവരെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകുവാൻ അവൻ വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരം അവന് നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട.
എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവിടുത്തെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും എന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. ഉശൈനോ ലക്കുൽ കൂൻ. എല്ലാവരും അവിടെ ഇരിക്കുക. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ആദരണീയരായ വൈദിക സഹോദരങ്ങള്, സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, പ്രിയ നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, നമ്മെ സംബന്ധിച്ച് പ്രിയപ്പെട്ട ജോർജായൻ്റെ ഈ വേർപാടിൽ നമ്മളെല്ലാവരും ദുഃഖത്തോടുകൂടിയാണ് എങ്കിലും വളരെ സംതൃപ്തമായ ഒരു ജീവിതത്തിൻ്റെ പരിസമാപ്തി കുറിക്കുന്ന ഈ വേള വളരെ പ്രത്യാശയോടുകൂടി നമ്മളായിരിക്കുന്നു. ഈ പ്രിയപ്പെട്ട പിതാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കും അദ്ദേഹം കൊടുത്തിട്ടുള്ള പ്രാധാന്യം അതുതന്നെ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ സ്വീകാര്യനാകുവാൻ കാരണമാണ്. തീർച്ചയായിട്ടും നമുക്ക് പ്രത്യാശയോടുകൂടി കാത്തിരിക്കാവുന്ന നമ്മുടെ പിതാവ് സ്വർഗത്തിൽ തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി വാഗ്ദാനം ചെയ്ത സൗഭാഗ്യത്തിലേക്ക് പ്രവേശിച്ച് അവിടെ ഇരുന്ന് സന്തോഷിക്കുന്നു എന്നുള്ളത്. ഇന്ന് ഞാൻ തിരുവല്ലയിലൊരു മീറ്റിങ്ങിൽ സംബന്ധിക്കുകയായിരുന്നു. ശ്രീനാരായണ ഗുരുസ്വാമിജി തിരുവല്ലയിൽ വന്നതിൻ്റെ 100-ാം വർഷത്തിൻ്റെ ആചരണം നടക്കുന്ന ഒരു വേളയായിരുന്നു. ചിങ്ങമാസം 26-ാം തീയതി അദ്ദേഹം ഇവിടെ വരികയുണ്ടായി തിരുവല്ലയിൽ. അപ്പോൾ അതിന് പ്രസംഗിക്കുവാനായിട്ട് വന്നവരിൽ ശിവഗിരിയിൽ നിന്ന് ഒരു സ്വാമിജിയും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മുത്തൂറ്റ് നമ്മുടെ ഇമാമും ഒക്കെ ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു, കാളിദാസ് ഭട്ടതിരിപ്പാട് തിരുമേനി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും പ്രത്യേകിച്ച് സ്വാമിജി എന്നോട് ചോദിച്ച ഒരു കാര്യം വളരെ സ്വകാര്യമായിട്ട് എന്നോട് ചോദിച്ചു, തിരുമേനി, മരണാനന്തരം എന്താണ് സംഭവിക്കുക? നിങ്ങൾ എന്താണ് വിശ്വസിക്കുക? നമ്മൾ മരിച്ചതിന് ശേഷം എന്ത് സംഭവിക്കുന്നു? നമ്മളിങ്ങനെ പ്രകൃതിയിലേക്ക് ഇങ്ങനെ അലിഞ്ഞു ചേരുകയാണോ, ബ്രഹ്മനുമായിട്ട് ഒന്നു ചേരുകയാണോ, അതോ എന്താണ്? അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ സഭയുടെ വിശ്വാസവും പഠിപ്പിക്കലും യേശു കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആ സത്യ അവബോധവും ഇതാണ്. ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ മരണത്തിന് ശേഷം ഞങ്ങൾ ചെയ്ത ആ നന്മയാണോ തിന്മയാണോ ആ കാര്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ കണക്ക് ബോധിപ്പിക്കാനായിട്ട് നിൽക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ ഞങ്ങൾ നന്മ ചെയ്തിട്ടുള്ളവരാണ് എങ്കിൽ ദൈവത്തോടുകൂടി ചേർക്കപ്പെടും. തിന്മ ചെയ്തിട്ടുള്ളവരാണ് എങ്കിൽ ഞങ്ങൾക്ക് ദൈവത്തോടുകൂടി ചേർക്കപ്പെടാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇത് ദൈവം എടുക്കുന്ന ഒരു തീരുമാനമല്ല, മറിച്ച് ഓരോരുത്തരും എടുക്കുന്ന ഒരു തീരുമാനമാണ്. ഞാനിപ്പോൾ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ പുറകിലുള്ള ഒന്നും കാണാൻ സാധിക്കും. നിങ്ങൾ എന്നെ നോക്കിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ, പുറകിലുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അതിൻ്റെ പേരാണ് മനുഷ്യൻ. 2 കണ്ണുള്ള ഒരു വ്യക്തിക്ക് അങ്ങനെ അത് കാണാൻ സാധിക്കത്തുള്ളൂ. അതിൻ്റെ പേരാണ് മനുഷ്യൻ. എന്ന് പറഞ്ഞാൽ മനുഷ്യന് ദൈവം നിശ്ചയിച്ച അതിപ്രധാനപ്പെട്ടതായ ഈ നന്മയുടെയും തിന്മയുടേതുമായ വഴികൾ. അപ്പം നന്മ തിരഞ്ഞെടുക്കുവാനായിട്ട് സാധിക്കുകയും നന്മയിൽ നമ്മൾ വളരുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷിക്കാം. നമുക്ക് എല്ലാവരോടും സ്നേഹമായും കരുതലോടുകൂടിയും എല്ലാവരെയും സമഭാവനയോടുകൂടി കണ്ടുകൊണ്ടും ഒക്കെ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത് എത്ര വലിയ ശ്രേഷ്ഠമായ കാര്യമാണ്. അതിന് നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല ദൈവവിശ്വാസിക്ക് മാത്രമേ അതുകൊണ്ട് സാധിക്കത്തുള്ളൂ, അതിന് സാധിക്കുകയുള്ളൂ. ദൈവവിശ്വാസം എന്ന് പറയുന്നത്
ദൈവം ഉണ്ട് എന്ന് പറയുന്നതല്ല. ദൈവം ഉണ്ട് എന്ന് നമ്മുടെ വചനമനുസരിച്ച് സാത്താൻ പോലും സമ്മതിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ച് ദൈവത്തിൽ വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ ദൈവീകമായ ഒരു ശൈലി നമ്മുടെ ജീവിതത്തിൽ പുലർത്തുവാനായിട്ട് നമ്മൾ കാംക്ഷിക്കുകയും അതനുസരിച്ച് നമ്മളെ രൂപപ്പെടുത്തുകയും ചെയ്യുവാൻ തയ്യാറാണ് എന്നും കൂടി പ്രഖ്യാപിക്കുന്നതായ കാര്യമാണ്. അപ്പോൾ സ്വാമിജി പറഞ്ഞു, തിരുമേനി അത് വളരെ നല്ല കാര്യമാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ജീവൻ എന്ന് പറയുന്നത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. മർത്യമായത് അമർത്യമായതിനെ പ്രാപിക്കേണ്ടതുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞു, അന്ത്യവിധി എന്ന് പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഏറ്റവും അവസാനം എല്ലാ മനുഷ്യരെയും ദൈവം കൂട്ടിച്ചേർക്കുന്ന അന്ത്യവിധിയുടെ ഒരു ചിന്ത കൂടി ഞങ്ങളുടെ സഭയുടെ പഠിപ്പിക്കലുണ്ട്. അപ്പോൾ മരിച്ചവരെ എല്ലാവരെയും ദൈവം കൂട്ടി നിർത്തും. നമ്മുടെ ഈ ശരീരം ആത്മാവിനോട് ചേരുന്ന ഒരനുഭവമുണ്ട്. അത് വളരെ സ്വർഗീയമായ ഒരു ശരീരമാണ്, അല്ലെങ്കിൽ മൗക്തീകരിക്കപ്പെട്ടതായ ഒരു ശരീരമാണ്. അവിടെയാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്, അന്യോന്യം അറിയാൻ കഴിയുന്നു. അങ്ങനെ നമ്മൾ ദൈവത്തിന് നിത്യമായ സന്തോഷത്തിലേക്കോ നിത്യമായ ദുഃഖത്തിലേക്കോ നമ്മൾ പ്രവേശിക്കുന്നു. തീർച്ചയായും ഏതാനും നിമിഷങ്ങൾ കൊണ്ടോ വാക്കുകൾ കൊണ്ടോ പറഞ്ഞു തീർക്കാവുന്നതല്ല വരാനിരിക്കുന്ന ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യവും നന്മയും. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. നമ്മൾ സ്നേഹിച്ചിതുവരെയും തൃപ്തിപ്പെട്ടിട്ടില്ല, അല്ലേ? അതെ, ഇപ്പോഴും നമ്മുടെ ജോർജായൻ നമ്മുടെ കൂടി ആയിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ജോർജായൻ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് 87 വയസ്സ് വരെ നമ്മുടെ കൂടെ ജീവിച്ചു. എന്നാലും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മുടെ പിതാവ് നമ്മുടെ കൂടെ ജീവിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ചെറുപ്പമായിരിക്കുമ്പോൾ മരിക്കുന്ന ഒരാളുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ നമ്മൾ സ്നേഹിക്കും തോറും വീണ്ടും വീണ്ടും ആ വ്യക്തിയുടെ സാന്നിധ്യം ആഗ്രഹിക്കുകയാണ്. അത് തന്നെ ദൈവം നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇമ്മാനുവേൽ കാണ്ട് എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്രജ്ഞൻ, ഒരു ഫിലോസഫർ, അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഇങ്ങനെ ദൈവം നമ്മളിൽ ഒരാഗ്രഹം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവം പൂർത്തീകരിക്കാതെ ഇങ്ങനെ ഒരാഗ്രഹം നമ്മളുടെ ഉള്ളിൽ തരുന്നത് ശരിയാവത്തില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് കൂടുതൽ സ്നേഹിക്കുവാൻ, എന്നൊന്നും സ്നേഹിച്ചാൽ ഒരിക്കലും നമുക്ക് തൃപ്തി വരത്തില്ല. അപ്പം അതുകൊണ്ട് ഈ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് പ്രവേശിക്കാനുള്ള നമ്മളുടെ മനസ്സിൻ്റെ ഒരാഗ്രഹം. അതുപോലെ തന്നെയാണ് ജീവൻ. ഒരിക്കലും മരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എത്ര രോഗക്കിടക്കയിലായിരിക്കുന്ന ഒരാളോട് ചോദിച്ചാലും ചിലപ്പോഴൊക്കെ പറയുമായിരിക്കും മരിക്കുന്നതായിരുന്നു നല്ലതെന്ന്. പക്ഷേ നല്ല അവബോധത്തോടു കൂടി ഇരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പറയില്ല. അപ്പോൾ ജീവിക്കാനുള്ള നമ്മളുടെ ആ ഒരു ആഗ്രഹം ദൈവം നമ്മളുടെ ഉള്ളിൽ തന്നിട്ടുള്ളത്, അത് ദൈവം തീർച്ചയായിട്ടും പൂർത്തീകരിക്കും. അതാണ് നിത്യജീവനിലേക്കുള്ള നമ്മളുടെ ആ വലിയൊരാഗ്രഹവും അതുപോലെ തന്നെ ആ കടന്നുവരവും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ സാരം, നമ്മളുടെ ജീവിതം അതിൻ്റെ ഒരു സമഗ്രതയിൽ നമ്മൾ കാണുമ്പോൾ വളരെ സന്തോഷമാണ്. ഈ ലോകത്തിൽ നമ്മൾ കാണുന്ന ഏതാനും വർഷങ്ങളോ ജീവിതമോ മാത്രമല്ല, ഇതിനു മുമ്പും ഇതിനു ശേഷവുമുള്ള നമ്മുടെ ജീവിതം, ദൈവത്തിലുള്ള പരമാനന്ദം, അത് നമുക്ക് തീർച്ചയായിട്ടും പ്രാപിക്കണം. പ്രിയപ്പെട്ട ജോർജാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നമ്മുടെ ഇടവകയായിട്ടും അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മയായിട്ടും വളരെയധികം ബന്ധപ്പെട്ട വ്യക്തിയായിരുന്നു. വളരെ സാധാരണക്കാരനായ ഒരാൾ. എന്നാൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ദൈവഭക്തിയും അതുപോലെ തന്നെ വൈദികരോടൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ വലിയ ആദരവ്. പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട അമ്മച്ചിയെ ഞാൻ ഓർക്കുന്നു. പ്രാർത്ഥനയോടുകൂടി അച്ചായനെ അനുയാത്ര ചെയ്തിട്ടുള്ള ഒരു പ്രിയപ്പെട്ട ദാസിയാണ്. ഞാൻ ഒത്തിരി തവണയൊന്നും വീട്ടിൽ പോയിട്ടില്ലെങ്കിലും ചെല്ലുമ്പോഴൊക്കെ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കാൻ അച്ചായനും അമ്മച്ചിയും ആ പല്ലില്ലാത്ത മോണ കൊണ്ട് നന്നായിട്ട് ചിരിച്ച് നമ്മളെ ഔദാര്യത്തോടുകൂടി വരവേൽക്കുന്നത് ഞാനെപ്പോഴും ഓർക്കും ജോർജായൻ്റെ. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പ്രിയപ്പെട്ട ജോർജായനോട് യാത്ര പറയുമ്പോൾ ശരിക്കും ഒരു നന്മ അനുഭവിക്കുന്ന വ്യക്തിയായിട്ട് ജോർജായൻ തീരും. കർത്താവിൻ്റെ അടുത്ത് സന്തോഷത്തോടു കൂടി ഇരിക്കാൻ ദൈവം അനുവദിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്.
പ്രിയ മക്കളെ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള നന്മകൾ ദൈവം തന്നെ അനുഗ്രഹമായി തരട്ടെ. വളരെ പ്രത്യേകിച്ചും പ്രിയപ്പെട്ട മോഹനസിനെ ഞാൻ ഓർക്കുകയാണ്. മോഹനസിനും ലീലാമ്മയും കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതവും അതുപോലെ തന്നെ അവർ നമ്മളുടെ സഭയുടെ കൂട്ടായ്മയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു സമർപ്പണവും. ഒരുപക്ഷെ നമ്മളിവിടെ എത്ര പേർക്ക് അതിനെക്കുറിച്ച് അറിയാം എന്നെനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കുഞ്ഞുങ്ങൾ നമ്മുടെ ഇടവയ്ക്ക് വേണ്ടിയിട്ട് വളരെയേറെ ത്യാഗത്തോടുകൂടി ജീവിക്കുന്നവരാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട മക്കൾ, ഈ അപ്പച്ചൻ്റെ 2 കൊച്ചുമക്കൾ അവരിപ്പോൾ വലിയ മക്കളായി. അപ്പോൾ അവരും നമ്മുടെ ഇടവകയിൽ എന്നും ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ദുഃഖിച്ചെടുക്കുവാൻ ഒരു മടിയുമില്ലാത്ത പ്രിയപ്പെട്ട മോനസ്, അല്ലെങ്കിൽ മോനസിൻ്റെ മകൻ ബിനു, അത് സംശയം. അതുപോലെ തന്നെ ലീലാമ്മ നമ്മളുടെ പള്ളിയിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ വളരെ തയ്യാറോടുകൂടി വരുന്നത്. ഞാൻ സിസ്റ്റർ ക്രിസ്റ്റിയായിട്ട് ഇവിടെ കാണുകയാണ്. സിസ്റ്റർ ഇവിടെ കടന്നു വന്നിരിക്കുന്നു. മാർത്താണ്ഡത്ത് നിന്ന് ഇവിടെ വന്ന് നമ്മുടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതിൽ വളരെയധികം നമുക്ക് ആനന്ദമുണ്ട്. അതിൻ്റെ കാരണം ഈ അപ്പച്ചൻ ആരുടെയോ ഒക്കെ സ്വന്തമായിരുന്നു എന്നുള്ളതാണ്. ഈ അപ്പച്ചൻ ഒരുപക്ഷെങ്കിൽ അപ്പച്ചനെ നേരിട്ട് അറിയാൻ പാടില്ലെങ്കിലും ഈ മക്കളിലൂടെയൊക്കെ അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് എന്നതാണ്. ദൈവം ഈ മകന് എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രത്യാശയോടുകൂടി നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ വയ്ക്കാം. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം. ഏറ്റവും ഉറപ്പുള്ള കാര്യം, നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ രോഗവും ദുഃഖവും വേദനയും കഷ്ടതയും ഒക്കെ ഉണ്ട്. അത് പ്രധാനപ്പെട്ടതാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ ദൈവം വിളിക്കുന്ന ഒരവസരത്തിൽ അവിടുത്തെ സന്നിധിയിലേക്ക് വിധേയം പ്രാപിക്കാനുള്ള ഭാഗ്യം, അതിലേക്ക് പ്രവേശിച്ച ഈ പിതാവ് ഭാഗ്യവാനാണ്. തന്നെ ഏറ്റു പറഞ്ഞിട്ടുള്ള നാവും, തനിക്ക് വേണ്ടി ചലിച്ചിട്ടുള്ള കരങ്ങളും, തനിക്ക് വേണ്ടിയിട്ട് ജീവിച്ചിട്ടുള്ള കാലുകളും, അതിലൊക്കെ തൻ്റേതെന്നുള്ളവരെ സ്നേഹിക്കുകയും ചെയ്തിട്ടുള്ള ആ ഹൃദയവും ദൈവം ഒരിക്കലും കാണാത്തതായിട്ട് അവിടുന്ന് നടിക്കില്ല. മറിച്ച് അതിനെല്ലാം 30, 40, 100 മേനി ഫലം നൽകി പ്രിയപ്പെട്ട പിതാവിനെ അനുഗ്രഹിക്കും. സഭയുടെ മുഴുവൻ ആദരവ് ഞാൻ ഈ അവസരത്തിൽ ഈ അപ്പച്ചൻ്റെ ശുശ്രൂഷ സമയത്ത് ഞാൻ സമർപ്പിക്കുന്നു. ഞങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സഭയുടെ മുഴുവനുള്ള ആദരവ് ഇപ്പോഴേ ഞാൻ പ്രദർശിപ്പിക്കുകയും നമ്മുടെ അതിരൂപതയുടെ, നമ്മുടെ ഇടവകയുടെ പ്രത്യേകമായ പ്രാർത്ഥന അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിസരവുമായിട്ട് തിരുനാമത്തിൽ ആമേൻ. ഒരു വാക്ക് നന്ദി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ഈ ശുശ്രൂഷയ്ക്ക് പ്രധാന കാർമ്മികത്വം വഹിച്ചത് തിരുവല്ല അതിരൂപതയുടെ മെത്രാപ്പൊലീത്തൻ ആർച്ച് ബിഷപ്പ് തോമസ് മാർ കൂറിലോസ് മെത്രാപ്പൊലീത്ത തിരുമനസാണ്. തിരുമനസിനോടുള്ള നന്ദി ഈ കുടുംബത്തിൻ്റെ പേരിൽ ഞാൻ പ്രത്യേകമായിട്ട് അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ അപ്പച്ചൻ്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ച് വീട്ടിലേക്ക് കടന്നു വന്ന ബഹുമാനപ്പെട്ട വൈദികർക്ക്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് ഒരു വാക്കിൽ നന്ദി പറയുന്നു. അതുപോലെ തന്നെ അപ്പച്ചൻ്റെ നിര്യാണത്തിൽ ഇവിടേക്ക് കടന്നു വന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരുമായ എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നാം എല്ലാവരും ഭംഗിയാകുന്ന സങ്കടമുള്ള ദൈവത്തിന്റെ പ്രതികരമായ ശബ്ദത്തിൽ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നർത്ഥമുള്ള ക്രിയലായ സോനെന്ന് ഏറ്റുചൊല്ലണം. ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ളവരും ആത്മശരീരങ്ങളുടെ ദൈവവുമായ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുത്ഥാനം ജീവനുമാവുന്നു വിശ്വസിക്കുന്ന ജീവനുണ്ട്. അവൻ ന്യായവിധിക്കാതെ ഞാനാകില്ല. പ്രസിദ്ധമനത്തുന്ന ജീവനിലേക്ക് കടന്നിരിക്കുന്ന നല്ല ചിന്ത വിഷയേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
എല്ലാ മനുഷ്യരും മരിക്കുന്നതിന് മുമ്പ് അനുഭവിക്കണമെന്ന് ജ്ഞാനസമ്പൂർണമായ മനുഷ്യാവതാര കാലത്തെ കുറിച്ച് കൽപ്പിച്ച് ക്രമീകരിച്ച ഞാൻ ശ്രീകാതപുരാനെ എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിങ്ങളുടെ ആത്മാക്കളെ ക്രിസ്തുവായുടെയും സൈന്യങ്ങളുടെയും ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി രക്ഷിച്ചവനായ കർത്താവേ, ദുഷ്ടന്മാരുടെ ആത്മാക്കളെ പിടികൂടുവാൻ അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നവരിൽ നിന്ന് ഈ സഹോദരന്റെ ആത്മാവിനെ നിരീക്ഷിച്ച് സ്വകീയ സ്നേഹം എത്തിക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്നെ എതിരേൽക്കുവാൻ പുറപ്പെടുകയും സകല വിശുദ്ധന്മാരോടും ചേർന്ന് നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും സ്തുതിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം സന്തോഷകരമായ ഉയർപ്പിന്റെ ശോഭയുള്ള രശ്മികളാൽ ഞങ്ങൾ എല്ലാവരുടെയും ആത്മാക്കളെ പ്രചോദിപ്പിക്കണമേ. നാം 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന് എഴുതി ചൊല്ലണം. മാമേ മാമേ ചുമ്മനം മാറാവോ? ദൈവമായ കർത്താവേ, നിന്റെ കൽപ്പന പ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് യാത്രയായിരിക്കുന്ന ഈ ദാസന് നിന്റെ സ്വർഗീയ സേനകളുടെ സഹായം നീ അയച്ചു കൊടുക്കണമേ. ഈ മൃതശരീരത്തിന്മേൽ ഒഴിക്കപ്പെടുന്ന തൈലം മൂലം പ്രകാശഭവനങ്ങളിൽ വിശുദ്ധരോടുകൂടിയുള്ള സൗഭാഗ്യം ഈ ദാസന് നൽകണമേ. ഈ ദാസൻ സന്തോഷപൂർവ്വം നിൽക്കുന്നതിന്റെ പിതാവിന് നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. അധ്വാനങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും പോരാട്ടങ്ങളിൽ നിന്നുള്ള അഭിമുക്തിക്കും പരിശുദ്ധന്മാരോടുകൂടിയുള്ള സൗഭാഗ്യത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ നിത്യജീവനായി തൈലം ഒഴിക്കപ്പെടുന്നു. നവീകരിക്കപ്പെടുകയും ചെയ്യുന്ന അരുളി ചെയ്ത പ്രകാരം വിശിയാതമ്പുരാനെ തിരഹിതമിതാ നിറവേറിയിരിക്കുന്നു. മൃതശരീരം മൂടിയതിന് ശേഷം നമ്മൾ സെമിത്തേരിയിലേക്ക് സംവഹിക്കുകയാണ്. മൂടിയെടുത്താട്ട് പ്രാർത്ഥനയോടുകൂടി നമുക്ക് വത്സല പിതാവിനെ അനുയാത്ര ചെയ്യാം. വത്സലരേ
നാഥൻ വന്നു മൃതരെ ഉയർപ്പിക്കും, ശരണം നൽകും സകല പരേതർക്കും. നിങ്ങളിൽ നിന്നൻ പ്രിയരെ പിരിയുന്നേ സ്വീകൃതനാവാനർപ്പിക്കും നിങ്ങൾ. കോഴേതന്റെ ദുഷ്ടൻ ശിഷ്ടനെയും നിഹനിക്കും മരണം സ്ഥാപിച്ചോൻ ധന്യൻ. ഒരു നിമിഷം കൊണ്ടുടയോനെ മൃതനെ ജീവിപ്പിക്കും നിൻവരവധി കൂടം. എൻ കൃത്യങ്ങൾ ചിന്തിച്ചഞ്ചുന്നേ സ്വീകൃതനാവാൻ എൻപേ കർത്തിപ്പിൻ. സഹചരങ്ങൾ സ്വസ്തിയതിന്നേകിൻ എന്റെ സദയം പ്രാർത്ഥനകളിൽ ഓർപ്പിൻ. വലിയ കഷ്ടം സാത്താനേ കഷ്ടം, നിങ്ങളുടെ ഭരണം വിശിഹാവായിക്കും. മിന്നലുടെയോരാഗതനായിടും, എഴുന്നേൽക്കും സ്തുതിഗീതം പാടും. വാതിലടച്ച് ശുഭമായി പോയിടുവിൻ, കത്തനെനിക്കായി വാതിൽ തുറന്നു തരും. മരണമായും സൃഷ്ടാവിൻ ധ്വനിയാൽ മൃതനെഴുന്നേൽക്കും സ്തുതിഗീതം പാടും. സഭയും സുതരും സ്തോത്രം പാടുന്നു, താതനും സുതനും പരിശുദ്ധാത്മാവിനും. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവരും ഞങ്ങളുടെ പുനരുദ്ധാരത്തിനും വരുവാനിരിക്കുന്നതുമായ കർത്താവേ, നിന്റെ നാമത്തെ സ്തോത്രം ചെയ്യുവാനായി കാരാഗ്രഹത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ ശരണമേ നിനക്ക് സ്തുതി. എല്ലാ കാലത്തും എല്ലാ സമയത്തും ദൈവത്തിന് സ്തുതി. സമാധാന ശാന്തി മനുഷ്യർക്ക് പ്രത്യാശയും ഉണ്ടായിരിക്കട്ടെ. സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു, സ്ത്രീകൾക്ക് ആലപിക്കുകയും ചെയ്യുന്നു. സുരക്ഷിതപിതാവ് ദൈവം സഖിരാജ സൃഷ്ടാവുമായ കർത്താവേ നിന്റെയും ദൈവമായ കർത്താവേ നിന്റെയും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെ പുത്രപുത്രന്റെ വഹിക്കുന്നതിനുമായ ദൈവമായ കർത്താവേ ഞങ്ങളോട് ഉണ്ടാകണമേ. ലോകത്തെ വഹിക്കുന്നവനുമേ വ്യാഴ്ചകളുടെ അപേക്ഷകളേണമേ. പ്രധാനത്തോടെ ഇരിക്കുന്നവനെ ഏതേതോ ഞങ്ങളോട് കർമ്മ ചെയ്യണമേ. പരിശുദ്ധരുടെ കർത്താവാണെന്നു എല്ലാ കാലത്തും എല്ലാ സമയത്തും ഞങ്ങൾ നീയോടാക്കുന്ന സമുഖ്യത്തിനെ വാഴ്ത്തുകയും നിനക്ക് വാഴ്ത്തപ്പെടുന്ന തത്വമായ ഒരു സ്ഥലമാവത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. നീ വാഴ്ത്തപ്പെടാനാകുന്നു. ജനനാമം സ്തുതിക്കപ്പെടുന്ന സ്തുതിക്കപ്പെട്ടതുമാകുന്നു. സ്തുതിക്ക് വ്യക്തമാകുന്നു. ചേതന ദൈവം സുന്ദരപിതാവായ നിനക്ക് ഞങ്ങൾ സഹായിക്കുമ്പോൾ ചർച്ചയാകുന്നു. ഇതിലൂടെ നാസ്മിതനേക്കും ആമേൻ. എഴുതേക്കരുതേ ഞങ്ങളോട് ഉണ്ടാകണമേ. കൊണ്ടുവന്ന് ഞങ്ങളോട് വന്ന് ചെയ്യണമേ. കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശരണത്താലെ നിൻ കൃപയിൽ ജീവാസുരമതുണർത്തണമേ. ഉയരത്തിൽ നിന്നെഴുന്നള്ളേ. ജീവൻ ഏവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ അവരവരിലോടെഴുന്നേറ്റു ഉയരേകുന്നു സ്തുതി ചെയ്തിടുന്നു. ശരീരം രക്തം പാനം ചെയ്യുമോ. പാതാളത്തിൽ പോകാനായി വിടാൻ എന്നും അവൻ ജീവിപ്പാട്ടിട്ടു മരിച്ചതു നാം എന്നും കാത്ത
മരമതിനുയരെ കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ വരം തൃത്വത്തെ സ്തുതി ചെയ്തോരാം കൈക്കൊണ്ടി സത്യവിശ്വാസത്തോടും ദൈവിക യോഗ്യതയോടും ക്രൈസ്തവോചമാവിധം വിഷയമായി ശരണപ്പെട്ട് നിത്യം പ്രാപിച്ചിരിക്കുന്ന ഈ കൃത്യനെ ദൈവം തന്നെ നിർബലകരങ്ങളാൽ സ്വീകരിക്കുവാൻ തന്നെ കരുണയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് സന്തോഷപൂർണമായ ഉന്നത സ്ഥാനവും വിശ്രമവും സങ്കേതവും സ്വർഗീയ വിരുന്ന് നൽകട്ടെ. കണ്ണ് കണ്ടിട്ടില്ലാത്തതും കേൾവിയിൽപ്പെട്ടിട്ടില്ലാത്തതും മനുഷ്യ സങ്കല്പത്തിൽ എത്തിച്ചേർന്നിട്ടില്ലാത്തതുമായി ദൈവം തന്നെ സ്നേഹിതന്മാർക്കായി ഒരുക്കിയിരിക്കുന്ന വാഗ്ദാനം കർത്താവിനെ പ്രദാനം ചെയ്യട്ടെ. കർത്താവിന്റെ പാപങ്ങൾ പരിഹരിക്കട്ടെ, കുറ്റങ്ങൾ ക്ഷമിക്കട്ടെ. അഷ്ടകൾ നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ വെച്ച് ഇവൻ ചെയ്തിട്ടുള്ള പാപങ്ങളും പിഴകളും ദൈവം മായ്ച്ചു കളയട്ടെ. സമൃദ്ധമായ കരുണയുടെ ബഹിലൊന്നും താൻ അവയെ ഓർമ്മിക്കാതിരിക്കട്ടെ. നീതിമാന്മാരുടെ മേൽ കരുണ പെയ്യുമ്പോൾ ഇവന്റെ മേൽ തന്റെ കരുണ ചെയ്യട്ടെ. ഇവന്റെ വേർപാടിൽ ദുഃഖിച്ചും വിലപിച്ചും ഇവിടെ വിശേഷിക്കുന്നവരെ മിശിഹാ തമ്പുരാൻ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തട്ടെ. വത്സര സഹോദരരെ പരസ്പരം ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും മരിച്ചവരെ സംസ്കരിച്ച് നീതീകരണം പ്രാപിക്കുകയും മരിച്ചവനെ കാരുണ്യം നിഷേധിക്കരുത്. വിരുന്ന ഭവനത്തിൽ പോകുന്നതിനേക്കാൾ വിലാപ ഭവനത്തിൽ പോകുന്നതെന്ന് എന്നുള്ള വേദവാക്യം വിശുദ്ധ സഭയുടെ മക്കളായ നിങ്ങൾ വന്ന് നിവർത്തിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിനായി എഴുന്നള്ളി നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾ വന്ന ലോകാരംഭത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം അനുഭവിച്ചുകൂടെ എന്നരുളി ചെയ്ത സന്തോഷകരമായ ശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഇടയാകട്ടെ. ദൈവമാതാവായ മറിയാമിന്റെയും സകല വിശുദ്ധരുടെയും പ്രാർത്ഥനകളാൽ ഈ അപേക്ഷകൾ സാധിക്കുമാറാകട്ടെ. തന്നിലുള്ള ശരണത്തോട് പ്രാപിച്ച് ഈ ഭക്തനായ ദാസനെ ദൈവം കൃപയോടെ ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ സംഘത്തിൽ ദൈവത്തിന്റെ കൃപ രണ്ട് ലോകങ്ങളേക്കും ഉണ്ടായിരിക്കട്ടെ. ആകാശഭൂമി സൃഷ്ടിച്ചെല്ലാവരും അനുഗ്രഹിക്കപ്പെടാനാകുന്നു. ആത്മീയമായ സന്തോഷം നിങ്ങളെല്ലാവരെയും ദൈവമായ അനുഗ്രഹിക്കട്ടെ. ദൈവമായ നിങ്ങൾ വിശ്വാസികൾ നിങ്ങൾ വിളിച്ചവരെ ആശ്വസിപ്പിച്ച് വേണ്ടപ്പെട്ടമാറാകട്ടെ. പിതാമത്തം പരിശുദ്ധമായ പ്രാർത്ഥനകൾ നിന്റെ സിംഹാസനത്തിനുള്ള കേൾക്കപ്പെട്ടവേ അംഗീകരിക്കപ്പെട്ടവാക്കി തീർക്കണമേ. ഇപ്പോൾ ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ടവർക്ക് സ്ലീബ ചുംബിക്കാവുന്നതാണ്. ഇവിടെ അല്പം ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്, ക്രമീകരിച്ചിട്ടുണ്ട്. എന്നിട്ടുള്ള എല്ലാവരും തന്നെ 4 ഭക്ഷണത്തിലും സംബന്ധിക്കണം എന്ന് വീട്ടുകാർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് എല്ലാവരെയും അറിയിക്കുന്നു. ഓക്കെ വായിക്കാം. ഒരു